നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ സന്നാഹമുള്ള വാഹനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. പ്രധാനമന്ത്രിയും SPG ഉദ്യോഗസ്ഥനുമായിരിക്കും ആ കാറിലുണ്ടാവുക. അങ്ങനെയുള്ള മോദിയുടെ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഡോറ് തുറന്നുകൊടുത്ത് ഒരു യുവതിയെ പുറത്തിറക്കി. ആരാണ് ഈ യുവതി എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പ്രധാനമന്ത്രി മുൻ സീറ്റിലിരിക്കവേ തന്നെയാണ് ഈ പിൻസീറ്റിൽ ഈ യുവതിയും ഉണ്ടായിരുന്നത്. ആരാണത്? നിധി തിവാരി, പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും അറിയുന്ന നിർണായക വ്യക്തികളിൽ ഒരാളാണ് നിധി തിവാരി. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിക്കടുത്തുള്ള മഹമൂർഗഞ്ചാണ് നിധി തിവാരിയുടെ ഭർത്താവ് ഡോക്ടർ സുശീൽ ജയ്സ്വാളിന്റെ നാട്. 2014 നരേന്ദ്രമോദി ആദ്യമായി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുമ്പോഴാണ് നിധി മോദിയെ പരിചയപ്പെടുന്നത്. ലക്നൗ സ്വദേശിയായ നിധിക്ക് എഴുതിയ പരീക്ഷകളെല്ലാം സ്വർണ്ണ മെഡൽ തിളക്കവുമായി വിജയിച്ചിട്ടുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ബയോ കെമിസ്ട്രി പഠിച്ചു. അതിനുശേഷം 2007 ഫാഫ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ശാസ്ത്രജ്ഞയായി മഹാരാഷ്ട്രയിൽ ജോലിയിൽ പ്രവേശിച്ച വ്യക്തി. അവിടുത്തെ പരിശീലന കാലാവധി പൂർത്തിയാക്കിയതും സ്വർണ്ണ മെഡലോടെ. 2008 ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി കൊമേഴ്സ്യൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറായി. വാരണാസിയിലായിരുന്നു നിയമനം. 2013 സിവിൽ സർവീസ് എന്ന മോഹവുമായി പഠനം തുടങ്ങി. അതിനായി ഡൽഹിയിലെത്തി. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് നേടി. മുസൂറിയിലെ പരീക്ഷണ കാലത്ത് ആ ബാച്ചിലെ ടോപ്പറായിരുന്നു നിധി. സ്വർണ്ണ മെഡലോടെയാണ് സിവിൽ സർവീസ് പരിശീലനം പൂർത്തിയാക്കിയത്. 2014 ബാച്ച് IFS ഉദ്യോഗസ്ഥയായ നിധി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച പദവികളിലേക്ക് എത്തുകയുണ്ടായി. വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നിധി 2002 പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി എത്തിയത്. അവർക്ക് 2023 ജനുവരിയിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം കിട്ടി. അടുത്തിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ക്യാബിനറ്റ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി നിയമിച്ചത്. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയാണ് നിധി. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു നിധി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഭരണപരവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങളും സുരക്ഷാ കാര്യങ്ങളും നിധി തിവാരി നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ തേടിയ ഒരു വ്യക്തിയാണ്. ആരാണ് പ്രധാനമന്ത്രിയുടെ കാറിൽ നിന്നിറങ്ങിയ ആ സ്ത്രീ എന്നത്? എന്തായാലും നിധി തിവാരി ആണ് ആ വ്യക്തി. ഉയർന്ന റാങ്കുകളോടെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു ബില്ല് അത് തള്ളിപ്പോയി. വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാർ നേരിട്ടിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടു. ചരിത്രത്തിലാദ്യം, അതായത് മോദി സർക്കാരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ അതിനെ മറികടക്കാൻ വനിതാ സംവരണ ബില്ലിന് സാധിച്ചില്ല. വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. കാർഷിക ബില്ലുകൾ നിയമമായ ശേഷം കർഷക പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചെങ്കിലും ഒരു ബിൽ പരിഗണനാ വേളയിൽ പരാജയപ്പെടുന്നത് മോദി ഭരണകാലത്ത് ആദ്യത്തെ സംഭവമായി രേഖപ്പെടുത്തുന്നു. മുത്തലാഖ് നിയമം, വഖഫ് നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ ഒട്ടേറെ സങ്കീർണവും വിവാദങ്ങൾ നിറഞ്ഞതുമായ ബില്ലുകൾ സഭയിൽ പാസാക്കിയെടുത്ത സർക്കാരാണ് മോദി സർക്കാർ. പ്രതിപക്ഷ നിരയിലെ വിള്ളലുണ്ട്. ആ സാഹചര്യമൊക്കെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷത്താണെങ്കിലും അവിടെയും ഇവിടെയും ഇല്ലാതെ നിലയുറപ്പിച്ചിട്ടുള്ള ചില പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടെയുമാണ് പാർലമെന്റിനുള്ളിൽ ഇത്രയും കാലം മോദി സർക്കാർ വിജയം കൊയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ആ ഒരു കണക്കുകൂട്ടൽ വളരെയധികം തെറ്റി. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു ഈ ബില്ലിന് എതിരായിട്ട്. ഭേദഗതി പാസ്സാകുകയും മണ്ഡല പുനർനിർണയം നടപ്പാക്കുകയും ചെയ്താൽ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭൂമിക തന്നെ മാറുമെന്നും തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവും പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക കക്ഷികൾക്കുമുണ്ടായി. ഇതോടെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ആ ബില്ലിനെ എതിർത്തത്. നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വേളയിൽ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാൻ തന്ത്രം ആവിഷ്കരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മോദി പക്ഷെ അവർക്ക് ഈ ബില്ല് തള്ളിപ്പോയത് വലിയ ഒരു തിരിച്ചടിയായി ഇരു കൂട്ടർക്കും ഇത് മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഇത് ഒരുമയുടെ, കൂട്ടായ്മയുടെ, ഒന്നിച്ച് നിൽക്കലിൻ്റെ വിജയമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ മുൻകൈയെടുത്തത് കോൺഗ്രസ് ആണ്. ആ നീക്കങ്ങൾക്ക് മുൻകൈയെടുത്തത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. എന്തായാലും തോൽവി ഏറ്റുവാങ്ങി എന്ന് കരുതി തുടർ നീക്കങ്ങൾ അത് തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ഒരിക്കലും കരുതാൻ സാധിക്കില്ല. കാരണം ബില്ല് പരാജയപ്പെടാനുള്ള സാധ്യത മോദിയും ഷായും മുൻകൂട്ടി കണ്ടിരിക്കണം.
ധൃതി പിടിച്ച് 2023 വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുത്തി വിജ്ഞാപനം നടത്തിയത് തന്നെ സംഭവിക്കാൻ പോകുന്നത് സർക്കാർ അറിയാമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ കണക്കാക്കുകയാണ്. വനിതാ സംവരണ ബിൽ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് BJP NDAയും കളമൊരുക്കുകയാണ്. ബിൽ പരാജയപ്പെടുത്തിയതിൽ പാർലമെന്റ് വളപ്പിൽ NDA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. NDA വനിതാ MPമാർ പാർലമെന്റിൽ പ്രത്യേക പ്രതിഷേധം സംഘടിപ്പിച്ചു. വനിതാ സംവരണം ഇല്ലാതാക്കിയതിൽ ലജ്ജിക്കൂ എന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രതിപക്ഷത്തിന് നേരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം. വനിതാ സംവരണ നിയമ ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ട ഈ സാഹചര്യത്തിൽ എന്തായാലും BJP വലിയ രീതിയിലുള്ള പ്രചാരണായുധമാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തെഴുതിയതാണ്, നിങ്ങൾ MPമാരെ കൊണ്ട് ഈ ബിൽ പാസ്സാക്കാൻ സമ്മതിപ്പിക്കൂ, അല്ലെങ്കിൽ ഇതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിലും അതൊന്നും വില പോയില്ല എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. വനിതാ സംരക്ഷണ ബിൽ തങ്ങൾ കൊണ്ടുവന്ന് പ്രതിപക്ഷം ഏൽപ്പിച്ചു എന്ന പ്രചാരണമായിരിക്കും BJP മുദ്രാവാക്യം. ഭേദഗതി ബിൽ വോട്ടിന് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സ്പീക്കർ ഓം ബിർളയായും മന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തിയതാണ്. ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായ സാഹചര്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. 2029 തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കണം. ബംഗാൾ, തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ ഇതൊരു അജണ്ടയാക്കണം. ഇത് രണ്ടുമായിരുന്നു പ്രധാനമായും മോദി ഷാ ലക്ഷ്യം. ഇത് ലക്ഷ്യമിട്ടാണ് തിടുക്കത്തിൽ സർക്കാർ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി രംഗത്തെത്തിയത്. എന്തായാലും അമിത്ഷാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. വനിതകൾക്ക് ലോക്സഭയിലെ നിയമസഭകളിലും 1/3 സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെടുത്തിയതിൽ സന്തോഷിക്കുന്ന കോൺഗ്രസിന്റെ മനോഭാവം രാജ്യത്തിന് വേണ്ടിയോ വനിതകൾക്ക് വേണ്ടിയോ അല്ല എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള ബിൽ പാസ്സാക്കാൻ പ്രതിപക്ഷം അനുവദിച്ചില്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. തത്വങ്ങൾ ഏറെ നിരത്തുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് നിയമം നടത്തിപ്പിനോടല്ല, വനിതാ സംവരണത്തോടാണ് എന്നായിരുന്നു അമിത്ഷായുടെ ആക്ഷേപം. വനിതാ സംവരണത്തെ എതിർക്കുന്നവർ രാജ്യത്തെ നാരീശക്തിയുടെ പ്രതിഷേധവും രോഷവും നേരിടേണ്ടി വരും. കേവലം രാഷ്ട്രീയമല്ല മോദി സർക്കാരിന്റെ ലക്ഷ്യം. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് സംവരണം പ്രായോഗികമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സംവരണം നടപ്പാക്കാനാകില്ല. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ ആ വിഭാഗത്തിന് എന്താണ് നൽകിയത് എന്നതും അദ്ദേഹം ചോദിച്ചു. പ്രധാനമന്ത്രി പിന്നാക്കക്കാരനാണെന്നും അമിത്ഷാ പറഞ്ഞു. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് 26 കേന്ദ്രമന്ത്രിമാരുണ്ട്. രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽ നിന്നാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് മോദി സർക്കാരാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. നിതിൻ നബീൻ പ്രതികരിച്ചിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ ഇന്നത്തെ ദിവസം സുവർണ അക്ഷരങ്ങളിൽ എഴുതപ്പെടേണ്ടതായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെ സ്ത്രീ വിരുദ്ധ നിലപാട് കാരണം രാജ്യത്തെ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നായിരുന്നു നിതിൻ നബീന്റെ രൂക്ഷ വിമർശനം.